ഹലോ സാർ. ആ പപ്പ, നിനക്ക് എത്ര രൂപയായിരുന്നു വേണ്ടത്? എനിക്കൊരു 5 ലക്ഷം രൂപയാണ് ആവശ്യം. ഒരു 4,60,50,000 കിട്ടിയാലും 4,60,50,000 അല്ലേ? ആ, സാറിൻ്റെ ഉണ്ടോ? കാശായിട്ടില്ല. കാശ് കിട്ടുന്നൊരു പണി ഞാൻ തരാം. എന്റെ പൊന്ന് സാറേ, വല്ല പ്രാന്തന്മാരോട് പുരാവസ്തു അങ്ങനെയല്ല. പിന്നെ ഇത് എങ്ങനെയാണ്? അത് പണിയെന്ന് പറഞ്ഞാൽ വലിയ പണിയൊന്നുമല്ല, സ്വല്പം ചീപ്പാണ്, പക്ഷെ പൈസ കിട്ടും. സാറ് പണി എന്താണ്? ഒരു കോൺസ്റ്റബിളിനെ ഏൽപ്പിക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ സാറ് പണി എന്താണെന്ന് പറയാമോ പ്ലീസ്? ഓ, തരിയൻ എന്ന് പറയുന്ന ഒരു വലിയ ബിസിനസ്സുകാരനുണ്ട്. കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ ഉള്ള വലിയ പുള്ളിയാ. ഒരു 55-60 വയസ്സ് പ്രായം വരും. മുടിഞ്ഞ പൈസയാ. പുള്ളി കെട്ടിയിരിക്കുന്നോ ഒരു 10-35 വയസ്സുള്ള പാലാക്കാരി ഓമന വർഗീസ്. ഈ ഓമനയാണെങ്കിലോ സ്വന്തമായി കാറ്ററിംഗ് സർവീസ് ഒക്കെ തുടങ്ങി ഇപ്പൊ അത്യാവശ്യം സെറ്റപ്പിലാ. തരിയന്റെ പൈസ ശരിക്കും പുള്ളിക്കാരിക്ക് ആവശ്യമില്ല. തരിയനെ തന്നെ ഓമനയ്ക്ക് ആവശ്യമില്ല. അയാളുടെ ഒരു തോന്നൽ. CID പണിയാണല്ലേ? ഞാൻ ആ പെണ്ണിന്റെ പിറകെ നടന്ന അവിഹിത ബന്ധം ഉണ്ടോന്ന് കണ്ടുപിടിക്കായിരിക്കും അല്ലേ? ഇവിടെ ഒരു പെണ്ണിനെ ഏതായാലും ഞാൻ ഈ പരിപാടിക്ക് ഇല്ല. നല്ല ഒരു പരിപാടി സാർ വിളിക്ക്. ഇവനെന്ത് പറ്റി? ഷൂസ് ഷൂറാക്കിലാ വെക്കണ്ടേ? ഇല്ലെങ്കിൽ ഞാനും കൂടെ റെന്റ് കൊടുക്കുന്ന സ്ഥലാ, അതുകൊണ്ട് പറഞ്ഞതാ. എന്നാ ഒരു മാസം റെന്റ് മുഴുവൻ നീ കൊടുത്തോ, എന്നിട്ട് നീ ഇവിടെ ഒറ്റയ്ക്ക് താമസിച്ചോ. ഹലോ, സസ്പെൻഷൻ 1 മാസം. എന്തും അങ്ങനത്തെ കാര്യം പറയാണ്ടേ? വെളുപ്പിന് 3 മണിക്ക് നീ ഫോൺ വിളിച്ച് ഒച്ച വെക്കണ്ട. പ്രഗ്നന്റാ? അത് പറയാനാ ഞാൻ വിളിച്ചേ. അയ്യോ, ഇപ്പൊ എന്ത് ചെയ്യും? ആയിരുന്നു ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞാലോ എന്ന് ആലോചിക്കാം. അമ്മേനെ വിളിച്ച് പറഞ്ഞെന്തിനാ? പിന്നെ ഞാൻ എന്ത് ചെയ്യും? നിന്റെ സപ്പോർട്ട് ഉണ്ടാവുന്ന എനിക്കൊരു പ്രതീക്ഷയില്ല. എന്നാലും അമ്മേനെ വിളിച്ച് പറഞ്ഞെന്തിനാ? പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അല്ല, അതല്ല, നമ്മൾ പ്രൊട്ടക്ഷൻ ഒക്കെ ഉപയോഗിച്ചിട്ടും നത്തിങ്സ് 100% സേഫ് പപ്പൻ. അങ്ങനെ പറഞ്ഞാൽ ശരിയാവണേ? ഇതൊക്കെ മനുഷ്യന്മാർ കാശ് കൊടുത്ത് വാങ്ങിയ സാധനമല്ലേ? അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി വേണ്ടേ? ഇപ്പൊ ആകെ പ്രശ്നമല്ലേ ഇത്? നീ എന്തായാലും ചെയ്യും. നീ ഒരു ഡോക്ടറെ കാണും. അബോട്ടേ അതേ വഴിയുള്ളൂ, വേറെ വഴിയുള്ളേ അല്ലേ? കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കാം, പക്ഷെ അത് പിന്നെയുള്ള കാര്യമല്ലേ? അതങ്ങ് ഇപ്പൊ ആക്കിയാ പോരെ? ഇപ്പൊ കല്യാണം കഴിച്ചാൽ എല്ലാ പ്രശ്നവും മാറും. ആ, ശരിയാവും. ഞാൻ നിന്നെ കെട്ടുന്നു, കൊച്ചിനെ പ്രസവിക്കുന്നു, നമ്മളൊന്നിച്ച് ജീവിക്കുന്നു. ഒന്നും ശരിയാവുന്നില്ല. എനിക്ക് കല്യാണ പ്രായം ആയിട്ടില്ല. പിന്നെ നീ എന്തൊരു ചെറുപ്പല്ലേ? നിനക്ക് എന്നെ കെട്ടാൻ വല്ല ഉദ്ദേശമുണ്ടോ? അതല്ല, ഉണ്ട്, പക്ഷെ ഇപ്പഴല്ല. പിന്നെ ഞാൻ ഒന്ന് സ്റ്റഡി ആവട്ടെ. എടി, ഞാൻ ഇതിലൊന്നും സെറ്റിൽ ആയിട്ടില്ലല്ലോ. മാത്രമല്ല, നിനക്ക് ഇങ്ങനെ കോളേജിൽ പഠിപ്പിച്ചായിരുന്നാ മതിയോ? നിനക്കൊരു PhD ഒക്കെ എടുക്കണ്ടേ? എന്നിട്ട് പോരെ കല്യാണം? പോരെ? Do you know how much I love you? ആ, കൊറേ. And do you know how much you love me? കൊറേ. Bullshit. ഞാൻ പോവാ. മാലു 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 എന്തെങ്കിലും ഒരു പ്രശ്നം രക്ഷപ്പെടാൻ അടുത്ത പ്രശ്നം. എൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞെന്നെ പച്ചയ്ക്ക് കൊടുത്തുമല്ലോ. ബോട്ടി വേറെ ചെയ്യാൻ പറ്റാ. രാവിലെ ഡോക്ടറിന് അടുത്ത് പോയിരുന്നു. പ്രഗ്നന്റ് ഒന്നും അല്ല, ആ ടെസ്റ്റ് തെറ്റിച്ച് കാണിച്ചതാ. അപ്പൊ നീ ടെസ്റ്റ് ചെയ്യായിരുന്നല്ലേ? അതെ, ടെസ്റ്റ് ചെയ്താ. എന്തേ? അതുകൊണ്ടിപ്പോ മനസ്സിലായല്ലോ ഒരു ക്രൈസിസ് വരുന്ന സമയത്ത് നീ എന്റെ കൂടെ ഉണ്ടാവില്ല. ഈ ടെസ്റ്റ് കൊണ്ട് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ബൈ മാലു, ഡോണ്ട് ടച്ച് മീ. നിന്റെ ഒരു വലിയ കോണത്തുള്ള ടെസ്റ്റ് ഇങ്ങനെയുള്ള മനുഷ്യനെ ടെസ്റ്റ് ചെയ്യാ? ഈ ഗർഭത്തിന് വല്ല പനിയോ ചുമക്കായിരുന്നു ഞാൻ ചിലപ്പോൾ ജയിച്ചേനെ. ഓ, അപ്പൊ അത് ഷുവർ അല്ല. This is over, Papan. Forget it. Malu, I love.
എൻ്റെ ഇപ്പം ഇല്ല. ഞാൻ പിന്നെ തരാം. തരും. അത് കിട്ടിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. എൻ്റെ ഇപ്പൊ ഒരു 35,000 രൂപ ഉണ്ട്. തൽക്കാലം ഞാൻ അത് തരട്ടെ. നടക്കില്ല. എൻ്റെ നിന്ന് മേടിച്ച 5 ലക്ഷം കിട്ടണം ഒരുമിച്ച്. അതിന് ചേട്ടാ എൻ്റെ ഇല്ലാത്തോണ്ടല്ലേ. എനിക്ക് കുറച്ച് സാവകാശം എന്താ, ഞാൻ തരാം. എടോ, താൻ എൻ്റെ നിന്ന് കാശ് മേടിച്ചിട്ടൊരു 3 ദിവസമല്ലേ ആയുള്ളൂ. അതിനിടയ്ക്ക് 4,65,000 രൂപയുടെ പോയി. എനിക്കൊരു 10 ദിവസം സമയം എന്താ, ഞാൻ പകുതിയിൽ തിരിച്ചുതരാം. പകുതിയോ? എനിക്ക് മൊത്തമായും കിട്ടണം. ഒരു 5 ദിവസം തരാം. അയ്യോ, 5 ദിവസം കൊണ്ട് നടക്കില്ല. ഞാൻ ഒരുപാട് പ്രാരാബ്ദങ്ങളുടെ ജീവിക്കുന്ന ആളാണ്. ഈ ഫ്ലാറ്റ് കണ്ട പറയില്ലല്ലോ തനിക്ക് ദാരിദ്ര്യം ഉണ്ടെന്ന്. ഇതെന്റെ ഫ്ലാറ്റ് അല്ലല്ലോ, എന്റെ ഫ്രണ്ടിന്റെ ഫ്ലാറ്റ് ആണ്. ഞാൻ ഇവിടെ റെന്റ് ഒന്നും കൊടുക്കാതെ താമസിക്കുന്നത്. നീ പോയില്ലേ? എന്നെ ക്ലാരിയുടെ വീട്ടിൽ കൊണ്ടുപോകണം. ഇന്ന് കല്യാണത്താലേന്നാ. ഈ ഫ്രണ്ടിന്റെ ആണോ ഫ്ലാറ്റ്? അപ്പൊ കൂടുതലൊന്നും പറയാനില്ല. 5 ദിവസം കഴിഞ്ഞ് കാണും. 5 ദിവസം കഴിഞ്ഞ് ഞാൻ വരും. അപ്പൊ കാശ് തന്നില്ലെങ്കിലേ നീ കൈക്കൂലിക്കാരനാന്ന് ഞാൻ വിളിച്ചു പറയും. നിന്റെ സസ്പെൻഷൻ ഡിസ്മിസലാവും. അയ്യോ ചേട്ടാ, വിളിച്ചാ ഫോൺ എടുത്തില്ലെങ്കിലേ അപ്പോഴും പറയും നീ കൈക്കൂലിക്കാരനാണ്. ചേട്ടാ